ആ 5 ഏക്കർ നടക്കുന്ന വെച്ച് നടന്നില്ല. ഇനിയിപ്പോ എന്നാ ചെയ്യാ? രവിയേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ജിത്തെ അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്താ ജിത്ത കാര്യം? ഏട്ടാ വാ പറയാം. അല്ല, നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്നേ? കുറച്ച് ദിവസമായി വന്നിട്ട്. നിന്റെ കല്യാണക്കാരിൽ എന്തായി? ഗൾഫാണല്ലോ ഏടുന്ന് പെണ്ണ് കിട്ടാൻ രവിയേട്ടാ. നടക്കും തോന്നുന്നില്ല. എല്ലാം ശരിയാവിടാ, നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. രവിയേട്ടാ, നമുക്ക് ചെറിയൊരു സ്ഥലവും വീടും വാങ്ങണമെന്നുണ്ട്. അത് നല്ല കാര്യടാ. കസ്റ്റഡിയിൽ ഏതെങ്കിലും ഉണ്ടേ പറ രവിയേട്ടാ. ഇപ്പം കസ്റ്റഡിയിലൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. രവിയേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് നോക്കണം കേട്ടാ. നോക്കാം മോനെ. എന്നാ ശരി രവിയേട്ടാ. ഓക്കെ. വീടിപ്പോ ആളുണ്ടോന്ന് ആയിരിക്കറിയാ. ശാന്തയല്ലേ? അതെ, ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ബ്രോക്കർ രവി. വീട് വിൽക്കണമെന്ന് പറഞ്ഞ് മോനെ വിളിച്ചിരുന്നല്ലോ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വിളിച്ചൊന്ന് നോക്കിക്കാൻ. ഞാൻ വന്നല്ലോ, എല്ലാം ശരിയാവും. ഞാനിതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കിടാൻ വന്നതാ. ബ്രോക്കർമാര് കൊറേ വന്ന് നോക്കിയതാ. എന്നിട്ടോ? എന്നിട്ടെന്താ, ഒന്നും നടന്നില്ല. നിങ്ങക്ക് എന്നെ പറ്റി ഒന്നും അറിയായിട്ടാ. നടന്ന് കിട്ടിയാ മതി. എന്റെ കമ്മീഷൻ കൃത്യമായിട്ട് തന്നാ മതി. നടന്ന് കിട്ടിയാ അതിന്റെ കൂടെ ഒരു 10 കൂടുതൽ തരും. എന്നാ ശരി, പറ്റിയ പാർട്ടിനെ കൊണ്ട് നാളെ വരാം. ഞാനും പോകാം. ഇവിടെ മനുവും കുടുംബമൊന്നും താമസിക്കുന്നില്ല. ഓല് മാസത്തിൽ ഒരിക്കലേ വരലുള്ളൂ. എന്നാ ശരി, എന്നാ ഞാനും പോവാ. ജിത്തേ, ഒരു 10 സെന്റ് സ്ഥലവും ചെറിയൊരു വീടും ഉണ്ടടാ. നാളെ നമുക്കൊന്ന് പോയി കണ്ടൂടെ? നാളെ കാണാം. ഓക്കെ ശരി. രവിയേട്ടാ, സ്ഥലവും വീടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ടോക്കൺ തരും. എന്റെ കമ്മീഷൻ കൃത്യമായിട്ട് തരണം. അത് പിന്നെ പറയണ രവിയേട്ടാ. ഇതാ വീട്. ഇവിടെ ആരും ഇല്ലേ? വീടെല്ലാം പൂട്ടി കിടക്കുന്നല്ലോ. ശാന്തേ, ശാന്തേ, ഇവിടെ ആരും ഇല്ലേ? രവിയേട്ടനാ? ഞാനൊന്ന് നിങ്ങളെ വീട് സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ നോക്കിക്കോ. രവിയേട്ടാ, ഈ വീട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടായിട്ടില്ലേ വേറെ വീട് നോക്കാം, നീ പേടിക്കണ്ട. ശാന്തേ, ഞങ്ങൾ തന്നെ ഇറങ്ങാം. എന്തായി, ഓന് ഇഷ്ടായോ? അതോ നീ വാങ്ങിക്കട്ടെ, ഞാൻ ഇന്നെ വിളിച്ചോളാം. പോവാ.